കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കുട്ടികളുടെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചത്. അതായത് നമ്മുടെ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എല്ലാ വർഷങ്ങളിലും പുതിയ അധ്യയന വർഷം ആരംഭിക്കുള്ളൂ. അത് വളരെ ആഘോഷപൂർവ്വമാണ് കുട്ടികളെ സ്കൂളിലേക്ക് സ്വീകരിക്കുന്നത്. കാരണം നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്കൊരു അറിവ് നൽകുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നതിന്റെ പ്രാരംഭഘട്ടം എന്ന രീതിയിൽ വളരെ ആഘോഷപൂർവ്വമാണ് എന്നും അത് നടത്തി വരാറുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇപ്രാവശ്യം എല്ലാ സ്കൂളുകളിലും ഈ ആഘോഷങ്ങൾ നടന്നു. അതുമായി ബന്ധപ്പെട്ട് പുകയുന്ന ഒരു വിവാദമുണ്ട്. ഒരു പോക്സോ കേസിലെ പ്രതിയായ മുകേഷ് എം നായർ എന്തിനാണ് ഒരു സ്കൂളിലെ ഫംഗ്ഷന് മുഖ്യ അതിഥിയായി വന്നത്? അതിനുള്ള മുകേഷ് എം നായരുടെ വശവും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഒരു ഫേസ് എന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള കുറച്ച് പ്രസ്താവനകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് മുകേഷ് എം നായർ, എന്തുകൊണ്ടാണ് ഈ വിവാദം ഇത്ര കത്തി നിൽക്കാനുള്ള റീസണും എന്ന്. ഈ മുകേഷ് എം നായർ എന്ന് പറയുന്ന ആള് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒരു ഇൻഫ്ലുവൻസറായി നിൽക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മുകേഷ് എം നായർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ഇനാഗുറേഷനുകളിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡും നിലവിൽ ഇയാളുടെ കൈവശമുണ്ട്. പക്ഷേ ഈ പറയുന്ന വ്യക്തി ഇപ്പോൾ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ പേരിൽ ജാമ്യത്തിലാണ് ഈ പറയുന്ന പുള്ളി ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ പുള്ളിയാണ് ഈ പറയുന്ന ഒരു ഇനാഗുറേഷന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വിവാദം പുകയുന്നത്. അത് സർക്കാരിന് മേൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പല ആളുകളും. അപ്പോൾ അതിന്മേലുള്ള നമ്മുടെ മന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഇന്നലെയും ഒക്കെ അന്വേഷണം ഗൗരവമായി തന്നെ നടന്നിട്ടുണ്ട്. അവിടെ ഒരു സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്ക് പാഠപുസ്തകവും നോട്ട് പുസ്തകവും അതുപോലുള്ള പഠനോപകരണങ്ങൾ കൊടുക്കുന്നത്. അവരാണ് ഈ വിവാദമായിട്ടുള്ള വ്യക്തിയെ പങ്കെടുപ്പിച്ചത്. അവർക്ക് അബദ്ധം പറ്റിയാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല. അത്തരക്കാരെ സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു വാക്കുകളാണ് നിങ്ങളിപ്പോ കേട്ടത്. കാരണം ഇതിൽ പുള്ളി പറയുന്നത് ഒരു പോക്സോ കേസ് പ്രതിയായ ഒരാളെ എന്തിനാണ് ഇത്തരത്തിലൊരു ഫംഗ്ഷന് കൊണ്ടുവന്നത്, അതൊരു സന്നദ്ധ സംഘടനയാണ് അവിടെ കൊണ്ടുവന്നതെന്നും അവിടെ പാഠോപകരണങ്ങൾ വിതരണം ചെയ്ത ഒരു സന്നദ്ധ സംഘടനയുടെ ഇൻവിറ്റേഷനിലാണ് ഈ പറയുന്ന വ്യക്തി സ്കൂളിൽ എത്തിയെന്നാണ് മന്ത്രിയുടെ ഭാഷ്യം. അതിന്റെ പേരിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വശം മാത്രം കേട്ടാൽ പാടില്ലല്ലോ, മറൊരു വശം കൂടെ ഉണ്ട്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ മുകേഷ് എം നായർ പറഞ്ഞതും കൂടി നമുക്കൊന്ന് കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോടതി പോലും ഇത്രയും മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ബെയിൽ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ പ്രതി എന്ന് പറയാതെ കുറ്റാരോപിതൻ മാത്രമാണ്. അതാണ് എനിക്ക് പറയുന്നത്. അല്ലേ, ഇതിലിപ്പോ മുകേഷ് എം നായർ പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മന്ത്രി കോടതിയെ പോലും വെല്ലുവിളിക്കുന്നു. അതായത് കോടതിയിൽ തന്റെ മേൽ എന്തോ ഒരു ചെറിയൊരു അനുകൂലമായിട്ടുള്ള നിലപാടുള്ളത് കൊണ്ടാണല്ലോ തനിക്ക് ജാമ്യം നൽകിയതെന്നാണ് മുകേഷ് എം നായർ പറയുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, മിസ്റ്റർ മുകേഷ് എം നായർ, താങ്കൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു വീഡിയോ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് വ്യൂവർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ലൈക്കുകൾ കിട്ടുന്ന ഒരുപാട് കമന്റുകൾ കിട്ടുന്ന നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം. പക്ഷെ താങ്കൾ ഈ പറയുന്ന പോലെ താങ്കൾക്ക് കിട്ടിയ ജാമ്യം അത് ഈ നാട്ടിലെ ഈ പറയുന്ന പ്രതിപട്ടികയിൽ എത്തിയിട്ടുള്ള എല്ലാ പേർക്കും കോടതി ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കേസിന്റെ മെരിറ്റ് അനുസരിച്ച്, താങ്കൾ പറഞ്ഞ പോലെ ഒരു കേസിന്റെ മെരിറ്റ് അനുസരിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാര്യമാണ് ജാമ്യം. താങ്കൾക്ക് ജാമ്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് താങ്കൾ ആ കേസിൽ നിന്നും മുഴുവനായി പുറത്തു വന്നിട്ടില്ല. അതിന്റെ നിയമ നടപടികൾ ഇനിയും തുടരുമെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ രണ്ടാളുകളുടെ ജാമ്യത്തിലാണ് താങ്കൾ ഇപ്പോൾ പുറത്തുള്ളത്. അല്ലാതെ താങ്കൾ ആ വിഷയത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതല കിട്ടിയിട്ടില്ല. വിടുതല മീൻസ് താങ്കളെ വിട്ടയച്ചിട്ടില്ല. അപ്പോ അങ്ങനെ വിട്ടയക്കാത്രത്തോളം കാലം താങ്കൾ അതിലൊരു കുറ്റാരോപിതൻ തന്നെയാണ്. താങ്കളെ മേൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പോക്സോ കേസും കൂടിയാണ്. അപ്പൊ ഈ ഒരു വിഷയങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് പല ആളുകളും അവരുടെ വശങ്ങളിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. ഇനി ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. താങ്കൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു പോക്സോ കേസ് പ്രതിയല്ല എന്ന് തന്നെ ഇരിക്കട്ടെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കളുടെ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ടല്ല ഞാൻ ഇനി സംസാരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഗതിയെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരാളുടെ മെരിറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഫംഗ്ഷനിൽ, ഒരു ഇനാഗുറേഷനിൽ, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടകനായിട്ടോ ഒരു വേദി പങ്കിടാനോ ഉള്ള ക്വാളിറ്റി ഇപ്പോൾ നിശ്ചയിക്കുന്നത് നമ്മുടെ സമകാലിക നിലപാടുകളിൽ അല്ലെങ്കിൽ സമകാലിക ലോകത്ത് ഇപ്പോൾ അതിനുള്ള മെരിറ്റ് കണ്ടെത്തുന്നത്
കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക്, കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവർക്ക് ഇന്നൊരു വേദി കിട്ടും. അത് ഇത്തരക്കാരെ കൊണ്ടുവരുന്നതും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും തന്നെയാണ്. കാരണം കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ പേർ ശ്രദ്ധിക്കുന്ന, അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആയാൽ പോലും അവരിലേക്ക് ശ്രദ്ധ കൂടുതൽ ജനങ്ങളുടെ പോകുന്നുണ്ട് എന്ന് കണ്ടിട്ട് ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഇമേജിലുള്ള ആളുകളെയും ഇന്ന് പൊതുവേദികളിൽ കൊണ്ടുവരാൻ ആർക്കും ഒരു മടിയില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് താങ്കൾ ഈ വന്നതിൽ ഒരു അത്ഭുതവും ഞാൻ കാണുന്നില്ല. കാരണം താങ്കൾക്ക് തന്നെ അറിയാം താങ്കൾ എന്ത് തരം കണ്ടന്റുകളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതെന്ന്. താങ്കളുടെ കണ്ടന്റുകളുടെ ടോപ്പിക്ക് മിക്കതിലും അഡൽട്ട് ടൈപ്പ് കണ്ടന്റുകളാണ് താങ്കൾ കൂടുതലും ചെയ്യാറുള്ളത്. അതിന് താങ്കൾ ഇനി എന്ത് തെളിവുകൾ നിരത്തിയാലും അത് പൊതു ഇടത്തിൽ നിൽക്കുന്ന വാലിഡ് ആയിട്ടുള്ള പ്രൂഫാണ്. താങ്കളുടെ ഇൻസ്റ്റാഗ്രാം സന്ദർശിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും താങ്കൾ ഇടുന്ന കണ്ടന്റുകൾക്കകത്തുള്ളത് അഡൽട്ട് കണ്ടന്റുകളാണ് കൂടുതലും താങ്കൾ ചെയ്യുന്നത്. ഈ അഡൽട്ട് കണ്ടന്റുകൾ ചെയ്യുന്ന താങ്കൾ എങ്ങനെയാണ് ഒരു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കണക്കിന് കുട്ടികളുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്? താങ്കൾ ഒരു അഡൽട്ട് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കുറച്ചും കൂടി ഈ 18+ ആയിട്ടുള്ള ആളുകളുടെ പ്രോഗ്രാമിൽ താങ്കൾക്ക് ഏത് ഫംഗ്ഷനും പങ്കെടുക്കും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ താങ്കൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകളാണ്. കാരണം 18+ കണ്ടന്റുകൾ ഇടുന്ന ആളുകൾ 18+ന് മുകളിലുള്ളവർ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടുള്ളൂ. അത് അങ്ങനെ ആവണമെന്നാണ് നമ്മുടെ നിയമം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നാണ് നമ്മുടെ നെറ്റ്വർക്കും പറഞ്ഞിട്ടുള്ളത്. കാരണം അതുകൊണ്ടാണ് 18+ എന്നൊരു ലോക്ക് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും വെച്ചിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിലൊരു 18+ കണ്ടന്റ് ചെയ്യുന്ന താങ്കൾ എങ്ങനെയാണ് കുട്ടികളുടെ, അതായത് 18 താഴെയുള്ള കുട്ടികളുടെ സ്കൂളിലെ ഒരു ഫംഗ്ഷന് അവരുടെ മുന്നിൽ ഒരു വിശിഷ്ട അതിഥിയായിട്ട് എത്തുന്നത്? അത് എന്ത് തരത്തിലായിരിക്കും ഈ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്? ഞാൻ താങ്കളെ ഇപ്പോ ആരോപണമായി നിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടല്ല സംസാരിക്കുന്നത്, മറിച്ച് താങ്കൾ ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട് താങ്കൾ എങ്ങനെയാണ് ഒരു സ്കൂളിൽ ഒരു പ്രമുഖ അതിഥിയായിട്ട് എത്തുന്നത്? അതിന്റെ മെരിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ താങ്കൾ ആ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ താങ്കൾ എടുക്കുന്ന വീഡിയോ താങ്കളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും. താങ്കൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും, ഒരുപാട് പേര് അത് ലൈക്ക് ചെയ്യും. അതുവഴി ഇത് സ്പോൺസർ ചെയ്യുന്ന ആ സന്നദ്ധ സംഘടനയ്ക്ക് ഒരു പേരാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് തന്ത്രം വെച്ചിട്ടാണോ താങ്കൾ അവിടെ പോയിട്ടുള്ളത്? കാരണം ഇതും കൂടി താങ്കൾ വെളിപ്പെടുത്തണം. കാരണം എനിക്ക് താങ്കൾ ഒരു കേസ് ഉണ്ടെന്ന് പറയുന്നത് ഈ നാട്ടിൽ ഒരുപാട് പേര്, മന്ത്രിമാരുടെ പേരിലും കേസ് ഉണ്ട്. അവരെല്ലാം ജാമ്യത്തിലും എടുത്ത് നിൽക്കുന്ന പല കേസുകളും പലരുടെ പേരിലുമുണ്ട്. ഒരാൾ ഒരു കേസിൽ പെട്ടു, ജാമ്യത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രതിയല്ല, അയാൾ കുറ്റാരോപിതനാണ്. പ്രതിയാവുന്നത് കോടതി അവസാനം വിധിക്കുമ്പോഴാണ് അയാളെ പ്രതി എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. കുറ്റാരോപിതൻ തന്നെയാണ് താങ്കൾ ഇപ്പോൾ. ആ കാര്യത്തിൽ ഞാൻ താങ്കളുടെ ഭാഗത്തോട് യോജിക്കുന്നുണ്ട്. പക്ഷേ താങ്കളെ പോലെ ഞാൻ പല ടൈം ആ വേർഡ് പ്രയോഗിച്ചു, 18+ കണ്ടന്റുകൾ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് സ്കൂളിൽ ഒരു വിശിഷ്ട അതിഥിയായി എത്തുന്നത്? ഇതിന് കറക്റ്റ് ആയിട്ടൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതില് രണ്ടാമത്തെ ഒരു വശം, ഇതിന്റെ തെറ്റുകാർ ഈ പറയുന്ന സംഘാടകർ, ഈ സന്നദ്ധ സംഘടനയിലുള്ള ആളുകൾ മാത്രമല്ല, ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ള സ്കൂളും ഇതിന് തെറ്റുകാർ തന്നെയാണ്. അവരുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിനകത്ത് ആരെല്ലാമാണ് പങ്കെടുക്കുന്നതെന്നും അതിന്റെ ഒരു ചാർട്ട് എങ്ങനെയാണ്, ആ പ്രോഗ്രാം ചാർട്ട് എങ്ങനെയാണെന്നും അറിയേണ്ട അവകാശം, അല്ലെങ്കിൽ ചോദിക്കേണ്ട അവകാശം സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ, അതിന്റെ മെയിൻ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം ആ പറഞ്ഞ വ്യക്തി കൃത്യമായിട്ട് നിറവേറ്റിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അലംഭാവം അവിടെ ഉണ്ടാവില്ലായിരുന്നു, ഇത്തരത്തിലൊരു വിഷയവും ആവില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കുക. ഇനി ഇതിന്റെ പേരിൽ എന്തായാലും ഈ പറയുന്ന മുകേഷ് എം നായർ വലിഞ്ഞു കയറി വന്നതല്ല, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള തെറ്റിനെക്കാളേറെ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തവർക്കും ഇതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരും ഇതിന് ഉത്തരം പറയണം. അപ്പൊ ഇത് ഒരുപാട് പേരുടെ ഭാഗത്തുണ്ടായ ഒരു എന്താ പറയുക ക്രമക്കേട് അല്ലെങ്കിൽ ഒരു തെറ്റ് കൊണ്ടുണ്ടായ ഒരു വിഷയമാണ്. അതിന് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്നതും ശരിയല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് എന്ത് കണ്ടിട്ടാണ് മെരിറ്റ് വെച്ച് ആളുകളെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല. ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ഒരു കാറ്റഗറിയിലുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നിടത്ത് ഈ പറയുന്ന ആള് വരട്ടെ. ഇപ്പൊ ഈ പറയുന്ന മുകേഷ് എം നായർ ഒരു അഡൽട്ട് പ്രോഗ്രാമിൽ ചെന്ന് അദ്ദേഹം ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ പുള്ളിയുടെ ആ ഒരു കണ്ടന്റുകളോട് താല്പര്യമുള്ള ആളുകൾ അവിടെ എത്തും. മറിച്ച് ഈ പറയുന്ന കുട്ടികൾ, ഒരുപക്ഷെ ഇതിലൊരു 90% കുട്ടികളും ഈ മുകേഷ് എം നായരുടെ കണ്ടന്റുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഇനി അവർ ചെകഞ്ഞാലോ, ഇനി അവർ തിരഞ്ഞാലോ, അവരുടെ കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ മുകേഷ് എം നായർ എന്ന് പറഞ്ഞ് അവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ എങ്ങനെയാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് താങ്കൾ പേഴ്സണലായിട്ടൊന്ന് ചിന്തിക്കുക.
അപ്പോൾ മറ്റൊരു വിഷയവുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.